നമസ്കാരം. മാലയോഗം ഭാഗം 3. വിപിനും ജിതിനും ഉമ്മറത്തിരുന്ന് മത്സരിച്ചുള്ള വായന നടക്കുന്നുണ്ട്. റാന്തൽ വിളക്ക് എടുത്തു കവിത അടുക്കളയിലേക്ക് നടന്നു. റാന്തൽ വിളക്ക് തിണ്ണയിൽ വെച്ച് അവൾ അത്താഴം വിളമ്പാനുള്ള പാത്രങ്ങൾ ഓരോന്നായി എടുത്തു. അടുക്കളയെന്ന് പേരിന് വിളിക്കാവുന്ന ഓല മേഞ്ഞു കെട്ടിയിറക്കിയ ഭാഗത്തെ മൺതിണ്ണയിൽ ജിതിനും വിപിനും വന്നിരുന്നു. കവിതയും സുചിത്രയും അവർക്കുള്ള ഭക്ഷണം എടുത്തു വെക്കുന്നേ ഉള്ളൂ. ആഹാ, കുട്ടിക്കള്ളമാർ വേഗം എത്തിയോ? ക്ഷമയോടെ ഇരുവരും ഇരിക്കുന്നത് കണ്ട സന്തോഷത്തിൽ കവിത തിരക്കി. വിശക്കുന്നു കുഞ്ഞമ്മേ. വിപിൻ വയറ്റിൽ തടവി ചിണുങ്ങി. അല്ലാതെ പുസ്തകം വായിക്കേണ്ടി വരുമെന്ന് കരുതിയല്ലോ. അവൻ്റെ കവളിൽ ഒരു നുള്ളു കൊടുത്ത് സുചിത്ര അവർക്കൊപ്പം ഇരുന്നു. കേട്ടോ അമ്മേ, നമ്മുടെ ഉണ്ണിമായ്ക്ക് ജോലി കിട്ടി. നേരോ? എന്നിട്ട് നീ ഇപ്പോഴാണോ ഇത് പറയുന്നത്? സുചിത്ര കെറിവിച്ചു. ഞാനത് പറയാൻ വേണ്ടി തന്നെയാ ഓടിക്കിതച്ചിങ്ങ് വന്നത്. പിന്നെയാ പിശാചിൻ്റെ മുഖം കണ്ടതും മനസ്സേ കൈവിട്ടു പോയി. കവിത വിപിനും ജിതിനുമുള്ള പ്ലേറ്റിലേക്ക് ചോറിട്ട് പപ്പടവും അച്ചാറും കൂടെ വെച്ചു. എന്തായാലും ഇലഞ്ഞിത്തറ തറവാട്ടിൽ പോകുമ്പോൾ ഭാമിനിക്ക് ഗമ പറയാനൊരു കൂട്ടമായി. സുചിത്ര കുശുമ്പോടെ നോക്കി. എൻ്റെ കുഞ്ഞിനും അതുപോലൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ. ഒന്ന് പോ അമ്മേ. +2 മാത്രം കയ്യിൽ വെച്ചിരിക്കുന്ന എനിക്ക് ബാങ്ക് ജോലി ചെന്ന് ചോദിച്ചാൽ മതി, അപ്പം ജോലി കയ്യിലെടുത്ത് തരും. ഉണ്ണിമായ്ക്കും +2 അല്ലേ യോഗ്യത? സുചിത്ര ആലോചനയോടെ തിരക്കി. അവൾ അതിനൊപ്പം ടൈപ്പ് റൈറ്റിങ്ങും പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിയതല്ലേ. പോരാത്തതിന് ഇപ്പോൾ കമ്പ്യൂട്ടർ കോഴ്സിനും പോകുന്നില്ലേ. ഞാൻ ഈ ആയുധം ഉണ്ടാക്കിയും മൂർച്ച കൂട്ടിയും ജീവിക്കും അമ്മേ. ഇതും പറഞ്ഞ് കവിത സുചിത്രയെ നോക്കി. ആ ഇരുട്ടിലും സുചിത്രക്ക് മകളുടെ മെടിനീർ കാണാമായിരുന്നു. പുഷ്പൻ ജീവിച്ചിരിക്കെ ആയുധം ഉണ്ടാക്കാനുള്ള പരിജ്ഞാനം കവിതയ്ക്ക് നൽകിയിരുന്നു. അച്ഛൻ്റെ മരണശേഷം അവൾക്കാവും വിധം അത് ഏറ്റെടുത്തു ചെയ്തു. സുനിതയ്ക്ക് കഴിക്കാനുള്ളത് കൊടുത്തു കവിതയും അവർക്കൊപ്പം കഴിക്കാനിരുന്നു. അപ്പോഴും പുറത്ത് മഴ ഇടിവെട്ടി തിമിർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. നേരം പരപരാ വെളുത്തിട്ടും അന്തരീക്ഷത്തിൽ നിന്നും തണുപ്പ് വിട്ടുപോയിട്ടില്ല. രാത്രി പെയ്ത മഴയുടെ അവശേഷിപ്പെന്നോണം മഴത്തുള്ളികൾ ഇറ്റിറ്റ നെൽക്കതിരുകൾ തലയാട്ടുന്നുണ്ട്. ഉണ്ണിമായ ദേഹം മൂടിയ പുതപ്പ് പതിയെ എടുത്തു എഴുന്നേറ്റിരുന്നു. പ്രാർത്ഥനയോടെ കൈകൾ കൂപ്പി. പിന്നെ എഴുന്നേറ്റു അമ്മ കിടക്കുന്ന കട്ടിലിലേക്ക് എത്തി നോക്കി. ഉണ്ണിമായയുടെ അനിയൻ അതുൽ എന്ന അപ്പുവിനെയും കെട്ടിപ്പിടിച്ചു ഭാമിനി ഉറങ്ങുന്നത് കണ്ട് അവൾ പിന്നാമ്പുറത്തേക്ക് നടന്നു. പൊളിഞ്ഞൊരു പ്ലാസ്റ്റിക് കപ്പ് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അതിൽ വെച്ച പേസ്റ്റും ബ്രഷും എടുത്തു. പല്ല് തേപ്പും കുളിയും കഴിഞ്ഞ് ഈറനോടെ അവൾ അടുക്കളയിലെത്തി. ഉണ്ണിമായുടെ വീട് കവിതയുടെ വീടിനേക്കാൾ സാമാന്യം ഭേദപ്പെട്ട വീടായിരുന്നു. ചായ തിളപ്പിക്കാൻ ചെറുകലം എടുത്തു അടുപ്പിൽ വെച്ച് കത്തിക്കാൻ നോക്കിയപ്പോൾ വിറകൊന്നും ഇരിപ്പില്ലായിരുന്നു. ഉണ്ണിമായ അടുക്കളയുടെ പുറത്തു വന്നു നോക്കിയപ്പോൾ ഉള്ള വിറകെല്ലാം ഇന്നലത്തെ മഴയിൽ നനഞ്ഞു കുതിർന്നിരിക്കുന്നു. അപ്രതീക്ഷിതമായി പെയ്ത മഴ ആയതുകൊണ്ട് തന്നെ വിറകെല്ലാം അടുക്കള ഭാഗത്തെ മഴ നനയാത്തൊരിടത്തേക്ക് മാറ്റിയതുമില്ല. ഉണ്ണിമായ അമാന്തിച്ചു നിൽക്കാതെ നനവില്ലാത്ത 2 ഓലമടലും കൊമ്പും ചില്ലകളും എടുത്ത് പരിശ്രമിച്ചു വെള്ളം തിളപ്പിച്ചു. അതിൽ നിന്നും അല്പം വെള്ളം മാറ്റിയെടുത്തു ചായ ഉണ്ടാക്കി വെച്ചു. തിളച്ച വെള്ളത്തിലേക്ക് ഇടാനുള്ള അരി കഴുകുമ്പോഴാണ് ഭാമിനി എഴുന്നേറ്റ് വന്നത്. അമ്മക്ക് വയ്യെങ്കിൽ ഈ തണുപ്പത്ത് എന്തിനാ എഴുന്നേറ്റ് വന്നത്? ഭാമിനിയെ കണ്ടതും ഉണ്ണിമായ തിരക്കി. കിടന്നാൽ ശരിയാവില്ല, അപ്പിന് സ്കൂളിൽ വിടണ്ടേ. ഇന്നലെ തന്നെ ഇലഞ്ഞിത്തറ പോയിട്ടില്ലാത്തതാണ്. ഇന്നും പോയില്ലേ? വിജയലക്ഷ്മി അമ്മ നോക്കിയിരിക്കും. ഭാമിനി ഉണ്ണിമായ ഉണ്ടാക്കി വെച്ച ചായ അല്പം എടുത്തു കുടിച്ചു. ഭാമിനിയും സുചിത്രയും ഇലഞ്ഞിത്തറ ബാല്യക്കാരാണ്. ഭർത്താക്കന്മാരുടെ വിയോഗാനന്തരം ആടി ഉലഞ്ഞ ജീവിതത്തെയും പറക്കാൻ പറ്റാത്ത കുട്ടികളെയും കൊണ്ട് പകച്ചു നിന്നപ്പോൾ ഭാമിനി ഇലഞ്ഞിത്തറ തറവാട്ടിലെ അകപ്പണിയും സുചിത്ര പുറം പണിയും ചെയ്തു പോന്നു. നീ ഇന്ന് കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകുന്നില്ലേ? ദോശക്കുള്ള മാവ് കലക്കി അതിലൽപ്പം ഉപ്പ് ചേർത്ത് ദോശമാവ് ചട്ടിയിലേക്ക് ഒഴുക്കുന്നതിനിടെ ഭാമിനി സംശയഭാവത്തിൽ തിരക്കി. ഞാൻ ഇന്നൂടെ പോകുന്നുള്ളൂ, ഇന്ന് തൊട്ട് വരില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങണം. ഭാമിനി ചുട്ടെടുത്ത ചുടുദോശ കഴിച്ചുകൊണ്ട് ഉണ്ണിമായ അവർക്കരികിൽ നിന്നു.
അതൊന്നും വേണ്ട, ബാങ്ക് ജോലിക്ക് പോയി തുടങ്ങാൻ ഇനിയും ദിവസങ്ങളില്ലേ? അത്രയും ദിവസം കൂടെ പോയിക്കോ. ഇപ്പോഴത്തെ കാലത്ത് കമ്പ്യൂട്ടർ അറിയാമെന്ന് പറയുന്നതേ അന്തസ്സാ. ഭാമിനിയുടെ മുഖം ആനന്ദത്താൽ തിളങ്ങി. ബാഗും തോളിൽ കയറ്റി പിടിച്ച് നടന്നു പോകുന്ന ഉണ്ണിമായയുടെ പിറകിൽ ഓടിക്കിതച്ചു കവിതയെത്തി. ആ, നീ ഇതെങ്ങോട്ടോ ഓടിപ്പിടിച്ച്? നടത്തം നിർത്താതെ ഉണ്ണിമായ അവളെ അടിമുടിയൊന്ന് നോക്കി. തെക്കേലെ ജാനുവേട്ടത്തി പുതിയൊരു കത്തിപ്പണിയായി ഏൽപ്പിച്ചിരുന്നു. അതങ്ങ് ഏൽപ്പിക്കാമെന്ന് വെച്ച് ഇറങ്ങിയതാ. നടക്കട്ടെ. ഉണ്ണിമായ പുഞ്ചിരിയോടെ അവളെ നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ കവിത മൗനമായി അവളെ പിന്തുടരുന്നത് കണ്ടപ്പോൾ ഉണ്ണിമായ പെട്ടെന്ന് നടത്തം നിർത്തി അവളെ നോക്കി. കാര്യം എന്താണെന്ന് അറിയാതെ കവിതയും പകപ്പോടെ അവിടെ നോക്കി. ഉണ്ണിമായ അവളോട് എന്തൊക്കെയോ ചോദിക്കാൻ വരുന്നുണ്ടെന്ന് ആ മുഖഭാവത്തിൽ നിന്നും തിരിച്ചറിഞ്ഞതും കവിത ഉണ്ണിമായക്ക് മുഖം കൊടുക്കാതെ മുന്നോട്ട് നടന്നു. ഒന്ന് നിന്നേ. നിങ്ങൾക്കെന്താ ആ തങ്കപ്പനെ പോലീസിൽ ഏൽപ്പിച്ചാൽ വീട്ടിൽ ബഹളം വെക്കുന്ന അയാളെ എന്തിനാ ഇങ്ങനെ സഹിക്കുന്നത്? അതിന് തങ്കപ്പൻ വീട്ടിൽ ബഹളം ഉണ്ടാക്കിയെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? കവിത അവൾക്കരികിൽ സ്തംഭിച്ചു നിന്നുപോയി. ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? നിന്റെ മുഖം വാടിയാൽ എനിക്ക് മനസ്സിലാകും. ഉണ്ണിമായുടെ വാക്കുകളിൽ ഗൗരവം നിറഞ്ഞു. എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അമ്മ ഒന്നിനും സമ്മതിക്കുന്നില്ല. അയാളോടുള്ള ഓരോ കടപ്പാടിൻ്റെ സെന്റിയും. ഇരുവരും സംസാരിച്ച് പാടത്തെ വരമ്പിലെത്തി. അതൊക്കെ ഇരിക്കട്ടെ, ഇന്നലെ വിഷ്ണു എന്തു പറഞ്ഞു? പറയുമ്പോൾ കവിത ഉണ്ണിമായുടെ കവലിന് ഒരു നുള്ളു കൊടുത്തു. സ്ഥിരം പല്ലവി തന്നെ. ജോലി നോക്കുന്നുണ്ട്, ഇന്ന് റെഡിയാകും, നാളെ റെഡിയാകും, അതൊക്കെ തന്നെ. ഉണ്ണിമായ നടക്കുന്നതിനിടയിൽ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. വിഷ്ണു ജോലിയില്ലാതെ നാട്ടിൽ വെറുതെ ഇങ്ങനെ അലയുന്നത് ഓർക്കവേ ഉണ്ണിമായുടെ ഹൃദയം കടുത്ത വ്യഥയാൽ നീറി. ഉണ്ണിമായെ, മുന്നോട്ട് നോക്കി ആരാ വരുന്നെന്ന്? ചെറിയമ്പ്യാര്. കവിത ആശ്ചര്യത്തോടെ മൊഴിഞ്ഞതും ഉണ്ണിമായ മുൻപോട്ട് മിഴികൾ നീട്ടി. ഇലഞ്ഞിത്തറ മഠത്തിലെ ഇളം തലമുറക്കാരനായ ഭരതൻ നമ്പ്യാരെ കണ്ടതും ഇരുവരും പരുങ്ങലോടെ പരസ്പരം നോക്കി നിന്നു. ഒത്ത ഉയരവും അതിനൊത്ത ദേഹവും കട്ടിമീശയുമുള്ള ചെറുപ്പക്കാരൻ. മുണ്ടും ജുബയുമാണ് വസ്ത്രം. ഭരതനെ കണ്ടതും കവിതയുടെ മുഖത്തെ പരവേശവും വെപ്രാളവും കണ്ട് ഉണ്ണിമായക്ക് ചിരി പൊട്ടി. വാ നടക്കാം. ഉണ്ണിമായ കവിതയുടെ കയ്യിൽ പിടിച്ചു. കവിത എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു നിന്നു. ഉണ്ണിമായും കവിതയും പാടവരമ്പിലൂടെ നടന്നു. അക്കരെ എത്താൻ 2 അടി കുടിയേ ഉണ്ടായിരുന്നുള്ളൂ. വഴി നടക്കാൻ എല്ലാവർക്കും ഒരേ അവകാശമുണ്ടെങ്കിലും ആ വയലിൻ്റെ അവകാശി തന്നെ നേരിട്ട് വരുമ്പോൾ ആദ്യം കയറിപ്പോകുന്നത് ശരിയാണോ എന്ന ശങ്കയിൽ അവർ 2 പാടത്തേക്കിറങ്ങി ഭരതന് പോകാനുള്ള വഴി കൊടുത്തു. നിങ്ങളിത് എന്തൊക്കെയായി കാണിക്കുന്നേ? ആ ചെളിയിൽ വീണ് ഉരുളണോ? ഇങ്ങോട്ട് കയറിപ്പോരു പിള്ളേരെ, ഞാൻ പിന്നെ പൊക്കോളാം. വരമ്പിലേക്ക് ഇറങ്ങാതെ ഭരതൻ പറയുന്നത് കേട്ട് ഉണ്ണിമായയും കവിതയും പതിയെ വയലിൽ നിന്നു കയറിപ്പോന്നു. പിന്നെ അവനെന്തെങ്കിലും ചോദിക്കും മുമ്പേ അവർ 2 അവിടെ നിന്ന് ഓടിപ്പോയിരുന്നു. ഓ, എൻ്റെ നല്ല ജീവനങ്ങ് പോയി ഉണ്ണിമായെ. ഓടിക്കിതച്ചുകൊണ്ട് കവിത അങ്ങനെ പറയുമ്പോൾ ഉണ്ണിമായ അവളുടെ നെഞ്ചിൽ കൈവച്ചു. എന്തിനെ? അയാൾ പിടിച്ചു തിന്നോ? ഉണ്ണിമായ മുഖം കോച്ചി പിടിച്ച് മുന്നോട്ട് നടന്നു. അയാളോ? നീ ഈ വിളിക്കുന്നൊന്നും ആരും കേൾക്കണ്ട. ചെറിയമ്പാരെന്നല്ലാതെ ആരും വിളിച്ചിട്ട് കേട്ടിട്ടില്ല. കവിത കണ്ണുകൾ വിടർത്തി പറഞ്ഞു. തങ്കപ്പനെ വെച്ച് കാച്ചുന്ന നിനക്ക് ഇങ്ങേരെ കണ്ടാൽ മുട്ടുവിറക്കും അല്ലേ? ഇത് വേറെ സുഖേടാ. നടത്തം നിർത്തി ഉണ്ണിമായ അവളെ ഇമച്ചിമാതെ നോക്കി നിന്നു. നാട്ടിലെ അറിയപ്പെടുന്ന കുടുംബത്തിലുള്ളവരെ കാണുമ്പോൾ നമുക്കൊരു ബഹുമാനമൊക്കെ കാണില്ലേ? എനിക്കത്രയേ ഉള്ളൂ. കവിതയുടെ മുഖം വിവരണമായി. അവൾ തല താഴ്ത്തി. എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് ഉണ്ണിമായ ബാഗും തോളിൽ പിടിച്ചു ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു. ഇലഞ്ഞിത്തറ മഠത്തിലെ പിന്നാമ്പുറത്തൂടെ ഒഴുകുന്ന ചെറു തോടിന് മുകളിലൂടെ ഇട്ട 4 അടി വീതിയുള്ള 2 കവുങ്ങ് പാലത്തിലൂടെ ഭാമിനി നടന്നു. പിന്നാമ്പുറത്തുള്ള നീണ്ട വരാന്തയിൽ നിന്ന് സുചിത്ര ഉരലിൽ നെല്ലിടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ഭാമിനിക്കിപ്പോൾ ഇങ്ങോട്ട് വരാൻ നേരം കാലമൊന്നും ഇല്ലാതായോ? ഇത് സർക്കാർ ഓഫീസല്ല. സുചിത്ര ഉരലിലിടി നിർത്തി പരിഹാസ്യ ചിരിയോടെ നിന്നു. തീരെ വയ്യായിരുന്നു സുചിത്ര. ഭാമിനി ഒരു നെടുവീർപ്പിട്ടു വരാന്തയുടെ തിന്നിൽ ചാരി നിന്നു. എഴുന്നേൽക്കാൻ ഇത്തിരി വൈകി. പെണ്ണുള്ളോണ്ട് അടുക്കളപ്പണിയെല്ലാം തീർത്തു. ദീനമാർക്കാ ഇല്ലാത്തത്? പണത്തിന് മുട്ടുള്ളോണ്ട് അതൊക്കെ മറന്ന് ഇങ്ങ് വരുന്നു എന്ന് മാത്രം. സുചിത്ര അവരുടെ ജോലി തുടർന്നു.
എന്നെ ഇവിടെ ആരെങ്കിലും തിരക്കുകയായിരുന്നോ? അടുക്കള ഭാഗത്തേക്ക് കയറാൻ നേരം ഭാമിനി തിരക്കി. അത് പിന്നെ ഇല്ലാണ്ടിരിക്കുമോ? ഭാമിനി വരാത്തത് കൊണ്ട് വല്യാത്തോലെ അവിടെ കിടന്ന് ബഹളമായിരുന്നു. ഭാമിനിക്ക് വരാൻ കഴിയാത്ത ദിവസം ഉണ്ണിമായെ പറഞ്ഞയച്ചൂടെ ഇങ്ങോട്ടേക്ക്? ഒലക്ക കയ്യിൽ താങ്ങി പിടിച്ച് സുചിത്ര നിന്നു. എനിക്ക് ആവുന്നിടത്തോളം കാലം ഞാൻ വരും. എൻ്റെ മോളെ ഞാൻ ഒരിക്കലും ഇവിടുത്തെ ബാല്യക്കാരിയാക്കൂല, ഗൗരവത്തോടെ പറഞ്ഞു ഭാമിനി അടുക്കളയിലേക്ക് കയറിപ്പോയി. ഇലഞ്ഞിത്തറ മഠത്തിൽ കുഞ്ഞമ്മു നമ്പ്യാർക്കും വിജയലക്ഷ്മി അമ്മയ്ക്കും 4 മക്കളാണുള്ളത്. 3 ആണും 1 പെണ്ണും. മൂത്തത് പെണ്ണാണ്, ആതിര നമ്പ്യാർ. വിവാഹം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കിയിരിക്കുന്നു. ആ നാട്ടിലെ പേരുകേട്ട തേവരശ്ശേരി മഠത്തിലേക്കായിരുന്നു വിവാഹം ചെയ്തു വിട്ടത്. മക്കളായിട്ട് 2 ഇരട്ട പെൺകുട്ടികളുണ്ട്, അനിർഘയും അഖിലയും. 2 പേരും MBBS വിദ്യാർത്ഥികളാണ്. ഇലഞ്ഞിത്തറ മഠത്തിലെ വിശ്വനാഥൻ നമ്പ്യാരാണ് ആതിര നമ്പ്യാരുടെ നേരെ ഇളയ സഹോദരൻ. വിശ്വനാഥനും ഭാര്യ സൗപർണികക്കും 3 മക്കളാണ്. 3ാമത്തെ മകൻ കൃഷ്ണനുണ്ണി നമ്പ്യാർക്കും ഭാര്യ മേഘനക്കും പൊന്നോമനയായി 2 വയസ്സ് പ്രായമുള്ള കേദാറുണ്ട്. ഇനി ഏറ്റവും ചെറിയവനും ഇലഞ്ഞിത്തറ മഠത്തിലെ ഇളം തലമുറക്കാരനുമായ ഭരതൻ നമ്പ്യാർ അവിവാഹിതനും സ്കൂൾ മാഷുമാണ്. ഇലഞ്ഞിത്തറക്കാരുടെ സ്വന്തം സ്കൂളിൽ തന്നെയാണ് ഭരതൻ ജോലി ചെയ്യുന്നത്. കുഞ്ഞമ്മ നമ്പ്യാരുടെ കാലശേഷം മക്കൾ ഓരോരുത്തരായി കണ്ടെത്താ സ്വത്തുക്കൾ ഉള്ളതെല്ലാം നോക്കിപ്പോരുന്നു. വിശ്വനാഥൻ നമ്പ്യാർ കവലയിലുള്ള കൂട്ടു നോക്കി നടത്തുന്നു. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഇവിടെ നിന്ന് മരത്തടികൾ കയറ്റുമതി ചെയ്യുന്നു. കൃഷ്ണനുണ്ണിക്ക് തൊടി വിൽപ്പനയും വാങ്ങലുമായി മറ്റും വലിയ ബിസിനസ്സാണ്. അകത്താരെയും കാണാതായപ്പോൾ ഭാമിനി മേലെ പടിയിലെ അറയിലേക്ക് കയറി. അവിടെയാണ് എല്ലാവരും സ്നേഹത്തോടെ വല്യാത്തോൽ എന്ന് വിളിക്കുന്ന വിജയലക്ഷ്മി അമ്മ കിടക്കുന്ന മുറി. 10 വർഷം മുമ്പ് തളർവാദം പിടിപെട്ട് കിടപ്പിലായതാണ്. അതോടെ ആ മഠത്തിൻ്റെ വിളക്കണഞ്ഞു. ചെറിയ ചെറിയ പെട്ടിക്കടകൾക്കിടയിലൂടെ ഉണ്ണിമായ നടന്നു. ചെറിയൊരു ഓലഷെഡ് പോലെ കെട്ടിയതാണ് ബസ് സ്റ്റോപ്പ്. കുന്നിമണിക്കടവ് ഗ്രാമത്തിലേക്ക് ആകെ 2 KSRTC ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. രാവിലെ വരാറുള്ള ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയിട്ടുണ്ട്. ആളുകൾ ധൃതി വെച്ച് കയറുന്നത് കണ്ട് അവൾ ഓടിയെത്തി ബസ്സിൻ്റെ മുൻഭാഗത്തെ വാതിലിന് മുന്നിലായി കൂടി നിൽക്കുന്ന ക്യൂവിന് പിറകിൽ സ്ഥാനം പിടിച്ചു. ഉണ്ണിമായ ബസ്സിൽ കയറിയിരുന്നതും വെളിയിൽ നിന്ന് ആരുടെയോ ചൂളം വിളി കേട്ട് പുറത്തേക്ക് തലയിട്ട് നോക്കിയതും കണ്ടത് ജോസൂട്ടിക്ക് ഒപ്പം നിന്ന് ഒരു കയ്യിൽ പരിപ്പുവടയും മറുകൈയിൽ വെട്ടിയാൽ മുറിയാത്ത പാൽ ചായയും പിടിച്ചുകൊണ്ട് തന്നെ നോക്കി ഇളിച്ചു കാണിക്കുന്ന വിഷ്ണുവിനെ ആയിരുന്നു. പഴയൊരു കൈലിമുണ്ടും നിറം മങ്ങിയ തുടങ്ങിയ ചെക്ക് ഷർട്ടും ധരിച്ചു നിൽക്കുന്നവനെ കണ്ടതും അവളുടെ ഹൃദയം വിങ്ങി. എങ്കിലും അപ്രതീക്ഷിതമായി അവനവിടെ കണ്ടതിൽ അവളുടെ മനസ്സ് നിറഞ്ഞു തുളുമ്പി. ജോലി എന്തെങ്കിലും ശരിയായോ? അവർക്കു മാത്രം മനസ്സിലാക്കുന്ന ഭാഷയിൽ അവൾ ആംഗ്യം കാണിച്ചു. ദാ ജോലി ഈ പോക്കറ്റിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിന് മറുപടിയായി വിഷ്ണു അവൻ്റെ പോക്കറ്റ് തുറന്നു കാണിച്ചു. അത് കണ്ടതും മുഖം വീർപ്പിച്ച് ഉണ്ണിമായ തിരിഞ്ഞിരുന്നു. പിന്നീട് അവൻ എത്ര ചൂളം വിളിച്ചിട്ടും തിരിഞ്ഞു നോക്കാതെ അവൾ 2 ചെവിയും പൊത്തിപ്പിടിച്ചു. നിറഞ്ഞു വരുന്ന മിഴികൾ കൂടെയുള്ള യാത്രക്കാർ കാണാതിരിക്കാൻ അവൾ വേഗം തുടച്ചു. ഉണ്ണിമായ പോകുന്ന ബസ് നോക്കി വിഷ്ണു പുഞ്ചിരിയോടെ അങ്ങനെ നിന്നു. നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടപ്പെടുന്നുണ്ടോ? തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. അടുത്ത ഭാഗവുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നമസ്കാരം.